വാല്യുബിൾ ദാൻ ഗോൾഡ്, സ്വർണത്തെക്കാട്ടിലും വിലയുള്ളത്. നമ്മൾ ഇപ്പം സ്വർണത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില ദിനം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവരും കല്യാണം നടത്തുന്നവർ പലരും സങ്കടം പറഞ്ഞു, അയ്യോ സ്വർണം എങ്ങനെ വാങ്ങിക്കുമെന്ന്. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം സ്വർണം മാറ്റി വെച്ച് വേറെ വില ഇടാൻ തുടങ്ങും. അതുപോലെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തെക്കാട്ടി വിലയേറേണ്ടതെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ അനുസരണം ദൈവത്തിൻ്റെ ആത്മാവിൽ ആ വാക്യങ്ങൾ എടുക്കാൻ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഈ പെന്തക്കോസ്തി കഴിഞ്ഞിട്ടുള്ള ആദ്യ വെള്ളിയാഴ്ച ഈ ജ്ഞാനായ സഭക്കാർക്ക് സ്വർണ്ണ വെള്ളി എന്നാണ് പറയുന്നത്. അത് തന്നെ നല്ലതായിട്ട് ടച്ച് ചെയ്തു. ഒരു ജ്ഞാനായ ഫ്രണ്ടാണ് അത് പറഞ്ഞത്. ഇറ്റ് ടച്ച് മീ, സോ ഐ തോട്ട് ഐ ഷുഡ് ടേക്ക് ദാറ്റ്. ഒരിക്കൽ പത്രോസ് 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവിടെ നിർത്താം. അപ്പോൾ പത്രോസ് യോഹന്നാനും കൂടെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പതിവായിരുന്നു. 9 മണിക്ക് അവർ പ്രാർത്ഥിക്കാൻ പോകും ദൈവാലയത്തിലേക്ക്. സുന്ദരം എന്നാണ് ആലയത്തിൻ്റെ പേര്. അപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവർക്കൊരു പുതിയ കാര്യമല്ല. ഒരു ദിനം പ്രതി ഇറ്റ് ഈസ് കോൾഡ് ദറ്റ് സ്റ്റഡി നേച്ചർ, ദറ്റ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. എന്താണേലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലേലും 10 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ ഞാൻ പള്ളിയിൽ പോയിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ആര് വന്നാലും ഇല്ലേലും ഞാൻ നടന്നാന്നേലും അച്ഛൻ വരുന്നതിനും ഞാൻ പള്ളിയിൽ ചെന്നിരിക്കും. അല്ലെങ്കിൽ ഒരു സഭായോഗത്തിലാണെങ്കിൽ ഞാൻ അവിടെ പോയി അവിടെ എല്ലാം കസേര ഇട്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും ആട്ടെ മുൻപേ ചെന്നിരിക്കും. ആ ഒരു ഡിറ്റർമിനേഷനാണ്. ആ പത്രോസും യോഹന്നാനും കൂടി ഇങ്ങനെ തന്നെ ദൈവത്തെ ആരാധിക്കാനായിട്ട് അവർ പോവുക. അവിടെ പോയപ്പോൾ എന്താ കണ്ട കാഴ്ച എന്താണ്? ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടായപ്പം തൊട്ടേ മുടന്തനായ ഒരുത്തനെ ആരോ ഒരാൾ എല്ലാ ദിവസവും കൊണ്ടുവന്ന് ആലയത്തിന് മുമ്പ്. അപ്പോൾ ഈ കൊണ്ടുവരുന്നവർക്ക് കാശ് കൊടുക്കണം വേണ്ടേ? അല്ലാരാ കൊണ്ടുവരുന്നത്? അത് കണ്ടിട്ട് ഇവിടെ അങ്ങനെയല്ലേ, കൊണ്ടുവരുന്ന ആൾക്ക് കാശ് കൊടുക്കണം, ഈ ആൾക്കും കാശ് കിട്ടണം. അപ്പോൾ മുടന്തനായതുകൊണ്ട് ആളുകൾക്ക് സഹതാപം തോന്നി കാശ് കൊടുക്കുക പതിവാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും. എല്ലാവർക്കും അറിയാം, ഇയാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, എല്ലാവരും കാശും കൊടുക്കും. അന്നുള്ള കാശ് എടുക്കൊണ്ടിരിക്കും. ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്ത് കഴിഞ്ഞ് ആത്മാവിൻ്റെ നിറവിൽ പത്രോസും യോഹന്നാനും സാധാരണ പോകുന്ന പോലെ ആലയത്തിലേക്ക് പോയി. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യാചിച്ചു. എന്ത് ചോദിച്ചെന്നാൽ അവനുള്ള ഭിക്ഷ സാധാരണ കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ കൈ നീട്ടി ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. ആരാ നോക്കിയത്? പത്രോസാണ് ലീഡർ. പത്രോസ് യോഹന്നാനോട്, ഒരിക്കലും യോഹന്നാൻ പത്രോസിൻ്റെ മുമ്പിൽ ചാടുന്നില്ല കേട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഇവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു. എനിക്ക് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചാണ് നോക്കുന്നത്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല. നമ്മൾ വരും പിന്നെ എന്താ ഭിക്ഷയാണ് കൊടുക്കുന്നത്? അത് എന്ത് മനോഹരമായിട്ടത് എഴുതി. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അപ്പോൾ സ്വർണവും വെള്ളിയും എനിക്കില്ല, പക്ഷെ സ്വർണത്തെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലപിടിപ്പായ നസ്രേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മുടന്തി നടക്കുന്ന മക്കൾ എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് വചനം അയക്കുകയാണ്. വചനം ചെന്ന് കൊള്ളുകയാണ്. വചന ആത്മാവിൽ ചെന്ന് കൊള്ളേണ്ടിയടുത്ത് ചെല്ലുകയാണ്. കൊള്ളുക തന്നെയല്ല, നമ്മൾ ആത്മീയ കൈ അവിടെ ചെന്നിട്ട് പൊക്കിയെടുക്കുകയാണ്. അവിടെ പൊക്കിയെടുത്തപ്പം കാലുകൾക്ക് ബലം വന്നു, അവൻ്റെ നരമ്പുകൾക്ക് ബലം വെച്ചു. അവൻ ഉടനെ ചാടി എഴുന്നേൽക്കുക തന്നെയല്ല, അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനല്ലേ എന്ന് പറഞ്ഞ് അന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രവും നിറഞ്ഞവരായി തീർന്നു. അവിടെ ഒരു അതിശയം നടന്നു. വലിയ ബഹളമൊന്നും ആവശ്യമില്ലായിരുന്നു. നമ്മൾ കൂട്ടുന്ന പോലെ ആളുകളെ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പലപ്പോഴും യേശുക്രിസ്തു ഈ പലരെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ കർത്താവ് ഓരോ വ്യക്തിയിലായിട്ടാണ് ചെയ്തെടുത്തത്.
അത് നമുക്ക് മനസ്സിലാകാൻ ഇച്ചിരി പാടാണ്. വലിയ പബ്ലിക്കിൽ ഓർഡർ ചെയ്തിട്ട് കർത്താവ് ഈ കാണിക്കുന്ന പോലെ ചെയ്യുന്നില്ല. അതിപ്പം ചെയ്യുന്നതൊരു അന്നൊക്കെ കർത്താവ് ഓരോ വ്യക്തിയുടെ അടുക്കൽ ഇപ്പോൾ കുഷ്ഠരോഗികൾ അവരെ മാത്രമായിട്ട്, പിന്നെ കണ്ണ് കാണാൻ വയ്യ അവനെ മാറ്റിക്കൊണ്ടുപോയിട്ട്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ഓരോ പർട്ടിക്കുലർ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നത് നമുക്ക് കാണാം. അത് ചുമ്മാതെ വെറുതെ വിളിച്ച് പറയുമ്പോൾ ചിലരുടെ ഇത് സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, അതിപ്പോഴത്തെ ഒരു കാലത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് യേശു ചെയ്തപ്പം ഓരോ വ്യക്തിയിലേക്കും തൻ്റെ ആത്മാവിനെ പകരുക. അതിലൊരു എക്സാമ്പിൾ, 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീയെ അവൾ യേശു വരുന്നെന്ന് അറിഞ്ഞിട്ട് അവൾ ധൈര്യപ്പെട്ട്, അതായത് സമൂഹത്തിൽ അവൾക്ക് യാതൊരു സ്ഥാനവുമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അവൾക്ക് വരാൻ അവകാശമില്ല. അങ്ങനെയുള്ളൊരു പെൺകുട്ടി അവൾ തന്നെത്താനെ തീരുമാനമെടുത്ത് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്താന്നേലും ഈ ഗുരുവിൻ്റെ ആ തൊങ്ങലെങ്കിലും എനിക്കൊന്ന് തൊടണം. തൊങ്ങലിൽ അവൾ അതായത് തിക്കും തിരക്കുമുള്ളതിൻ്റെ ഇടയ്ക്കൂടെ അവൾ കടന്നു വന്നിട്ട് ക്രിസ്തുവിൻ്റെ തൊങ്ങലിൽ അവൾ തൊടുന്ന നിമിഷത്തിൽ അവളുടെ കൂടെ എത്ര പേര് കാണും, അവരുടെ മേലൊന്നും ഈ ശക്തി പകർന്നില്ല. ഒറ്റയാളിൽ ആ 12 വർഷം രക്തസ്രവമുള്ള അവളുടെ മേൽ മാത്രം ആ ശക്തി പകർന്നത്. സോ ഹീസ് എ പേഴ്സണൽ ഗോഡ്. നമ്മൾ പറയും നമ്മുടെ മക്കളുടെ മേൽ അവിടെ ചെന്ന് കൊള്ളണം, നമ്മുടെ ഭർത്താക്കം അവിടെ ആ വ്യക്തിയിൽ തന്നെ പതിയണം. മാറി നിൽക്കുന്ന മക്കൾ തിരിച്ചു വരത്തക്കത്തിൽ അവരുടെ ഹൃദയത്തിൽ കൊള്ളണം. ഈ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകത അതാണ്. അതായത് ഏത് ഏരിയയിലാണ് ദുഷ്ടാത്മാ പ്രവർത്തിക്കുന്നത് അവിടെ മാത്രമേ അമ്പയ്യാവെന്ന് പറയും. വേറെ എങ്ങും തൊട്ടേക്കല്ലേ, ആ ഒരു ഏരിയയിൽ മാത്രം, അത് മതിയല്ലോ, അതോടുകൂടി അവർ വീഴും. അവർ ഇപ്പം അബ്രഹാമിൻ്റെ ജീവിതത്തിന് അബ്രഹാം ഇസാക്കിനെ ദൈവമാണ് കൊടുത്തത്, എത്ര വയസ്സിൽ, 100-ാം വയസ്സിൽ. എന്നാലും ഒത്തിരി സ്നേഹമായിപ്പോയി. അതുകൊണ്ടാണ് ദൈവം പറയുന്നില്ലേ, നിൻ്റെ നീ ഏറ്റവും സ്നേഹിക്കുന്ന ഏകജാതനം. അപ്പം ദൈവത്തെക്കാട്ടിലും സ്നേഹമുണ്ടെന്നുള്ളത് സംശയമില്ല. അവിടെ ഒരു പരീക്ഷണം, അവിടെ തന്നെ ആരോ അഴിക്കുക, അവനെ കൊണ്ട് യാഗവസ്തുവായിട്ട് താ. ഭർത്താവിന് യാഗം വേണ്ടിയിട്ടൊന്നുമല്ല, ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ ചില വിള്ളലുകളുണ്ട്, ചില കെട്ടുകളുണ്ട്, മരണപാശങ്ങളുണ്ട്, അഴിയാതെ കിടക്കുന്നത് നമ്മൾ ഉറക്കെ പിടിച്ചിരിക്കുക. ചില പ്രായമുള്ളവർ മരിക്കത്തില്ല, അവർ മരിക്കൂല, 99 വയസ്സായാലും മരിക്കാറ്. അപ്പോൾ ഞാൻ ചോദിക്കും അവരോട്, നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു? നല്ല പോഷകമുള്ള ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് കൊടുക്കുന്നത്? മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുത്താൽ പോരെ, എന്തിനാ പ്രായത്തിൽ അവരെ ഇട്ട് വിഷമിപ്പിക്കുന്നു? ഞാൻ ചോദിക്കാറുണ്ട്. കാരണം അവരുടെ ആത്മാവ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പം ഇവിടെ ഈ ദേഹത്തിനുള്ള പുഷ്ടിയെല്ലാം കൊടുത്ത് ആത്മാവിനെ കാട്ടി വലുതാക്കി വെച്ച് ഇതൊരു ബാറ്റിലാണ് അവർക്ക്. അതറിയണം. ആത്മാവിൻ്റെ പാട്ടും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിന് ഇഷ്ടമുള്ള പ്രൈസ് സോങ്സും ഒക്കെ ആ മുറിക്കകത്ത് ഇട്ട് കൊടുത്താൽ അതിനെക്കാട്ടി എത്രയോ നല്ല. നമ്മളതിന് പകരം പോഷകമായിട്ടുള്ള ഭക്ഷണം ശരീരത്തിന് പുഷ്ടിക്കുന്നു കൊടുക്കുന്നു. ആവശ്യമുള്ളതോ ദൈവത്തിൻ്റെ വചനം. എന്നാലേ ഈ ആത്മാവ് വിടത്തുള്ളൂ. ഇവിടുന്ന് ഈ ദേഹവും ആത്മാവും കൂടെ ഉള്ള സെവറൻസ് വരണം, ഒരു വിടുതൽ വരണം. അത് വിടുതൽ സംഭവിക്കണമെങ്കിൽ ആത്മാവ് പുഷ്ടി പ്രാപിക്കണം. ആത്മാവിന് ഭക്ഷണം കൊടുക്കണം കൂടുതൽ. അറിഞ്ഞോ അറിയാതെ നമ്മൾ സ്നേഹം കൂടി മറ്റേതാ ചെയ്യുന്നത്. പക്ഷെ ദൈവം അത് അറിയുന്നുണ്ട്. ഇതൊക്കെ സമയമാകുമ്പോൾ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാലും പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായിട്ടാണ് മറ്റുള്ളവരെന്ത് പറയും, അല്ല നമ്മുടെ അമ്മയ്ക്ക് എന്ത് വരും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ സ്വന്തം ചിന്തയിൽ ചെയ്യുന്നതിന് പകരം ആലോചന പരിശുദ്ധാത്മാവെന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാൻ കർത്താവിൻ്റെ ആലോചന നമുക്ക് കിട്ടണം. ഇത് പരിശുദ്ധാത്മാവ് ചെയ്തത്. ഈ മുടന്തനായ മനുഷ്യനെ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കിയതുകൊണ്ട് ഒത്തിരി പ്രശ്നം അവിടെ അന്ന് സഭയിൽ ഉണ്ടാകുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയും അവരോട് ആരാണ് ഈ അധികാരം തന്നതെന്നും ഈ മുടന്തനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് എവിടെ ദൈവത്തിൻ്റെ ശക്തി കാണിക്കുന്നോ ഉടനെ ദുഷ്ടശക്തി പൊങ്ങി വരും. അതുകൊണ്ടൊന്നും നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ ചെല്ലണം. കർത്താവ് എന്താ പറയുന്നത് അത് ചെയ്യുക. ഒരു വൺ മാസ്റ്റർ ഡോഗിനെ പോലെ ദൈവം എന്നോട് എന്ത് പറയുന്നു? ദൈവം ഒരിക്കലും തിന്മയ്ക്കായുള്ളത് പറയത്തില്ലല്ലോ. അവൻ നല്ലവനല്ലേ. അവൻ എന്തെന്നോട് പറയുന്നു അത് മാത്രം ഞാൻ ചെയ്യും. അങ്ങനെ ആ ദൈവം എന്ന് നമ്മളോട് പറയുകയാണ്. നമുക്ക് സ്വർണത്തെക്കാട്ടിലും തങ്കത്തെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും വിലപിടിപ്പായ ഒരു വലിയ ശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്.
അവൻ എൻ്റെ എല്ലാ കാര്യത്തിനും മതിയാകും. രോഗസൗഖ്യദായകൻ, അവൻ എൻ്റെ പ്രൊവൈഡർ, എല്ലാം തരുന്നവൻ, സമൃദ്ധിയായിട്ട് നടത്തുന്ന ദൈവം, എൻ്റെ അപ്പൻ, എൻ്റെ ജീവൻ്റെ ഉറവ. അവൻ എൻ്റെ ജീവ ഉറവയാണ്, അവൻ എൻ്റെ ജീവനാണ്, അവൻ എൽ ഷഡായി ആണ്, അവൻ അഡോണായി ആണ്, അവൻ എൽ എല്യോമാണ്, അവൻ എൽ റോയിയാണ്, അവൻ എൻ്റെ ഇടയനാണ്. ആടുകളെ നോക്കാൻ അവനറിയാം. ആ ഇടയൻ്റിലേക്ക് നമുക്ക് കൊടുത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. ആത്മാവിൻ്റെ ചൈതന്യം വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ടേക്ക് ദ പ്ലണ്ടർ, ശത്രുവിൻ്റെ പക്ഷത്തുനിന്ന് അധികാരത്തോടെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ദൈവമക്കൾ ഉണ്ടാകട്ടെ. വചനം പറഞ്ഞാൽ മതി. വചനം ഒന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം കിട്ടുന്നിടം വരെ. അത് സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ എത്ര ശത്രു കിടന്നാലും അവൻ തോറ്റത് തന്നെ. പക്ഷെ നമുക്ക് ബലം പ്രാപിക്കാൻ ദൈവം ഒന്ന് മസിൽ പിടിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ജയം തന്നിരിക്കുന്ന ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നപ്പോൾ, നമ്മൾ അവൻ്റെ ഭവനമായി മാറിയപ്പോൾ, അവൻ എന്നിൽ വസിക്കുന്നതിനാൽ, അവൻ്റെ ശക്തി എന്നിൽ കൂടെ പകരുന്നതിനാൽ അനേക മക്കൾക്ക്, കുടുംബത്തിന്, സ്വയമേതൻ നമുക്കും ഇതൊരു ബലം തരുന്ന വചനമായി മാറിയിരിക്കുന്നു. സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല, പക്ഷേ നസ്രേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കിടക്കുന്ന അനേക തലമുറകളിലുള്ള മക്കളോട് എഴുന്നേറ്റ് നടക്ക്. നസ്രേനായ യേശു നിൻ്റെ കൈക്ക് പിടിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നു. ഒരു വാക്യം, ഒറ്റ വാക്കയച്ചു, അത് പ്രവർത്തിച്ചതുപോലെ എത്രയോ കാര്യങ്ങൾ ദിനംപ്രതി പറയാനും എടുക്കാനും. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നടന്നില്ല, ഇപ്പോൾ അവർ പറഞ്ഞിട്ട് നടന്നില്ല, മടുത്തുകൂടാതെ പറയുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് ലഭിക്കുവോളം, പ്രവർത്തിക്കുവോളം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു വാങ്ങിക്കാനുള്ള വരം ഇതിൻ്റെ കൂടെ അയക്കുന്നു. ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ. ആമേൻ.